ആരത്? മാധവേട്ടനോ? വരണം വരണം. സാറുണ്ടല്ലേ? ഞങ്ങളെല്ലാരും കൂടെ പോലീസ് റെയ്ഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും മാധവേട്ടന് സമ്മതിച്ചിരിക്കുന്നു. മാധവേട്ടൻ പത്രത്തിൽ എഴുതിയത് വായിച്ചപ്പോഴല്ലേ ഞങ്ങൾ ഈ സംഗതി അറിയുന്നത്, അല്ലേ തമ്പുരാൻ സാറേ? എടോ സച്ചി, തനിക്കറിയാമായിരുന്നു തന്റെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്? എവിടുന്ന്? എന്നാൽ ഒന്നും അറിയാത്തവർക്ക് അറിയാൻ ഒരു വാർത്ത കൂടി പറയട്ടെ. എന്റെ ഭാര്യ ശ്രീദേവി ആത്മഹത്യ ചെയ്തു. മച്ചിൽ തൂങ്ങി നിന്ന് അവരുടെ ശരീരം താഴെ ഇറക്കുന്ന കണ്ടിട്ടാ ഞാൻ വരുന്നത്. അതുകൊണ്ട് വാർത്ത തീർന്നില്ല. 4 കൊലപാതകങ്ങൾ, പിടിച്ച 4 നായ്ക്കളെ ജീവനോടെ ഞാൻ വിടില്ല. ദ്രോഹി! സോറി തമ്പുരാൻ. ഓ വേണ്ട, ഞാൻ നിയമം കയ്യിലെടുക്കുന്നില്ല. ചെയ്യേണ്ടവർ തന്നെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ശരി, അല്ലേ തമ്പുരാൻ സാറേ? ചന്ദ്രനാരെ തനി വാ, ഇത് പിടിക്കടോ. തമ്പുരാൻ സാറേ ഒന്ന് പറഞ്ഞാട്ടെ. Shoot him. Shoot him. Shoot him. Shoot him. Shoot him. അത് ചെയ്തു കുഞ്ഞെ, ഈ കൈകൊണ്ട്. അന്നു മുതൽ ഇന്ന് വരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭാരം അടക്കി വെച്ച പോലെ എനിക്കിന്നെല്ലാം മറന്നൊന്നുറങ്ങണം. ഒക്കെ പറഞ്ഞു തീർത്തിട്ട് തനിക്ക് ഉറങ്ങണമല്ലേ? എന്നാൽ ഇതൂടെ കേട്ടോ. സ്വന്തം അമ്മ വഴിപിഴച്ചവളാണെന്നോർത്ത് 20 വർഷം ഉറക്കം നഷ്ടപ്പെട്ട ഒരു മകനുണ്ട്. വഴിപിഴച്ച ഭാര്യ കാരണം ആത്മഹത്യ ചെയ്ത അച്ഛനെ ഓർത്ത് നിശബ്ദം കരഞ്ഞിരുന്ന ഒരു മകൻ. അറിയാവുന്നവരിൽ നിന്നല്ല ഓടി ഒളിച്ച് സ്വയം ഒരു അന്യനായി ജീവിക്കുന്ന മകൻ. ഞാൻ എന്റെ കോടതിയിൽ തനിക്ക് മാപ്പില്ല. വേണ്ട സാർ, വേണ്ട സാർ, പ്ലീസ്.